70% കുട്ടികളും നീറ്റ് എക്സാമിൽ പരാജയപ്പെടുന്നതിൻ്റെ കാരണം അവർ വിചാരിച്ച സ്കോറിലേക്ക് എത്താൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എന്ത് ചെയ്യാൻ ഞാനിരുന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ ഫിസിക്സൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. റൂമിൽ നിന്ന് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഞാൻ എക്സാമിന് ഷോളിൽ വന്നിരിക്കും, എനിക്കിതൊന്നും കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ നീറ്റ് എഴുതിയ 2024 എഴുതിയേക്കുന്ന 70% കുട്ടികളും പറയുന്ന കഥ ഇതായിരിക്കും. ഇനി 2025 പോകുമ്പോൾ ഈ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. ഇവിടെ ഇതേ വീഡിയോയുടെ താഴെ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യണം, സാറേ നിങ്ങൾ പറഞ്ഞ സത്യം, ഇന്ന് എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റി. മക്കളെ, നിങ്ങൾ അടുത്ത് 2025 നീറ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലേ, ഇനി അതല്ല 2024 നീറ്റിൽ നിങ്ങൾ വിചാരിച്ച സ്കോർ വന്നില്ല, ഇനി ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ, അത് നിങ്ങൾ JPSൽ പഠിച്ചോ, നിങ്ങൾ വേറെ കേരളത്തിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചോ, അതല്ല നിങ്ങൾ ഇനി ഇന്ത്യയിൽ തന്നെ എവിടെ പഠിച്ചോ, എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ അറിയോ, 70% കുട്ടികളും നീറ്റ് എക്സാമിൽ പരാജയപ്പെടുന്നതിൻ്റെ കാരണം, അവർ വിചാരിച്ച സ്കോറിലേക്ക് എത്താൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ കയ്യിൽ ഫിസിക്സിൻ്റെ ഒരു സ്ട്രോങ് ബേസ് ഇല്ലാത്തതാണ്. ഈ ഫിസിക്സിൻ്റെ സ്ട്രോങ് ബേസ് ഇല്ലാതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ആദ്യത്തെ ആഴ്ചകളിലൊക്കെ എല്ലാവരും പറയും ഫിസിക്സ് നന്നായിട്ടിരുന്ന് പഠിക്കും. നമ്മളിരുന്നിട്ട് ഫിസിക്സ് മേലെ കുത്തിയിരിക്കും, നന്നായിട്ടിരുന്ന് പഠിക്കും. പക്ഷേ ആഴ്ചയിൽ എക്സാം കഴിയുമ്പം റിസൾട്ട് വരുമ്പോഴോ നമ്മളെ മാർക്ക് കുറവായിരിക്കും, നമ്മുടെ റാങ്ക് കുറവാണ്. എന്നാലും ശരി, നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി നമ്മൾ വീണ്ടും ഇരുന്നിട്ട് ഫിസിക്സ് പഠിക്കും. രണ്ടാമത്തെ ആഴ്ച കഴിയുമ്പോഴോ അപ്പോഴും കമ്പാരിറ്റീവ്ലി നമ്മളെ റാങ്ക് പുറകിൽ തന്നെ. നമുക്ക് വിഷമമാവാൻ തുടങ്ങി. ചിലപ്പോൾ നമ്മൾ പാരൻസിനെ വിളിച്ചിട്ട് നമ്മൾ കരയും, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എന്നിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരയും. ചിലപ്പോൾ പാരൻസ് പറയും, സാരമില്ല മോളെ, കുഴപ്പമില്ല, മോൾ അത്രയും പഠിച്ചിട്ടുണ്ടല്ലേ, മോൾ മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ആയി വന്നാൽ മതി. ചില പാരൻസ് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് ചൂടാവും. അത് നമുക്ക് വീട്ടിൽ വിളിക്കാൻ തന്നെ പേടിയായിരിക്കും. എത്ര കഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് വിട്ട്, ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ, എന്നിട്ട് പഠിക്കാൻ പറ്റൂല്ലെങ്കിൽ ഈ ഇങ്ങ് പോര്, ഇനി ഈ ഫീസൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല, നിനക്കറിയാലോ എത്ര ആൾക്കാരുടെ അടുത്ത് കടം വാങ്ങിയിട്ട് ഇന്നെ അങ്ങോട്ട് വിട്ടേ. ഇങ്ങനെ 2 കാറ്റഗറി പാരൻസ് ഉണ്ടാവും. ഒന്നുകിൽ സപ്പോർട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ചീത്ത പറയുന്നവർ. സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, സപ്പോർട്ട് ചെയ്യുമ്പോൾ ചില കുട്ടികൾ പറയും, എന്നാലും അത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ മാർക്ക് കുറവായിട്ട് പോലും എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞുകൂടായിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. ചില ആൾക്കാരാണെങ്കിൽ, എന്നാലും ഞാൻ കഷ്ടപ്പെട്ടല്ല, എന്നിട്ടും എൻ്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. അപ്പോൾ രണ്ടും പ്രശ്നമാണ്. ഇനി രണ്ടിൻ്റെ ഇടയിൽ നിന്നിട്ട് വേണം നമ്മൾ അവരോട് നിൽക്കാൻ. അതായത് അവരെ സപ്പോർട്ട് ചെയ്യണം, അവരെ കൂടെ നിൽക്കണം, പക്ഷെ അവരോട് അടുത്തതിൽ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ നോക്കണം. ആരെയും വെച്ച് കമ്പയർ ചെയ്യാനല്ല, അവരോട് തന്നെ നിങ്ങൾ അടുത്ത എക്സാമിൽ ഒന്നും കൂടി ഇമ്പ്രൂവ് ആവണേ മക്കളെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവർ ഇമ്പ്രൂവ് ആവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ വീണ്ടും പഠിക്കാനിരുന്നു. ഇങ്ങനെ പഠിക്കാനിരിക്കുമ്പോഴാണ് അടുത്ത ഫ്രണ്ട് വന്ന് പറയുന്നത്. ഫ്രണ്ടിനോട് നിങ്ങൾ വിഷമം പറഞ്ഞു, എടി എനിക്ക് മാർക്കൊന്നും വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യാൻ, ഞാനിരുന്ന് പഠിക്കുന്നുണ്ട്, ഞാൻ ഫിസിക്സൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. റൂമിൽ നിന്ന് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഞാൻ എക്സാമിന് ഷോളിൽ വന്നിരിക്കും, എനിക്കിതൊന്നും കിട്ടുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ആവുന്നില്ല, എനിക്ക് ആവുന്നില്ല, ഞങ്ങൾക്ക് എൻട്രൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അടുത്ത ഫ്രണ്ട് എന്ത് പറയുന്നത് അറിയും, എടി ഈ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവുന്നു, ഈ ഒരു കാര്യം ചെയ്യും, ഈ കുറേ സമയം ഫിസിക്സ് അല്ലേ പഠിച്ചേ, അങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യുക, ആദ്യം ബയോളജിയും കെമിസ്ട്രിയൊക്കെ നന്നായിട്ട് പഠിക്കുക, ഈ അവസാനം ഫിസിക്സ് നോക്ക്, ഫിസിക്സിന് കുറേ സമയം കൊടുക്കണ്ട, ഇങ്ങനെ നമ്മളോട് പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, എന്നാൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ബയോളജി നന്നായിട്ടിരുന്ന് പഠിച്ചു, ബയോളജിയിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു, കുറേ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ആക്കി. എന്നിട്ട് നമ്മൾ കെമിസ്ട്രി എടുത്തു, കെമിസ്ട്രി ഇരുന്ന് നമ്മൾ പഠിച്ചു, അവിടെ നമ്മൾ കുറേയൊക്കെ നോക്കി. ലാസ്റ്റ് ഫിസിക്സ് പഠിക്കാൻ കുറച്ച് സമയമുള്ളൂ, എന്തൊക്കെയൊക്കെയോ നോക്കി, എക്സാം എഴുതി. പക്ഷെ നിങ്ങളുടെ റാങ്കില്ലേ, ഈ കഴിഞ്ഞ 2 റാങ്കിനേക്കാളും ഏറ്റവും അടിപൊളി റാങ്ക്. നിങ്ങളൊരു സത്യം മനസ്സിലാക്കി, ഫിസിക്സ് മാറ്റി വെച്ച് പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സ്കോറിലെത്താൻ പറ്റും. പിന്നീട് അന്ന് ഫോൺ കോൾ ചെയ്യുമ്പോൾ അച്ഛൻ ഹാപ്പി, അമ്മ ഹാപ്പി, അവർ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ കുട്ടി നന്നായിട്ട് കഷ്ടപ്പെട്ടല്ലോ, സന്തോഷമുണ്ട് ഈ റാങ്ക് കാണുമ്പോൾ. പിന്നീട് അച്ഛനെ അമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഒരു യാത്രയാണ്. അവസാനം അങ്ങ് ഡിസംബർ വരേക്ക് നമ്മൾ ഓടും. ആ എക്സാംസിലൊക്കെ നമ്മൾ ക്ലാസ്സിൽ കുഴപ്പമില്ലാത്ത റാങ്കും വാങ്ങിക്കും. നമ്മൾ പിന്നീട് ഒരു മോഡൽ എക്സാംസിലേക്കും ഒരു മൊഡ്യൂൾ എക്സാംസിലേക്കും പോകുമ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. അയ്യോ, എൻ്റെ കയ്യിൽ ഫിസിക്സ് ഒന്നും ഇല്ലല്ലോ, ഫിസിക്സ് ഞാൻ പഠിച്ചൊന്നും ഇവിടെ ഇല്ലല്ലോ, ഇതിനി പഠിക്കാനിരിക്കണം. പിന്നെ തീരുമാനം, ഞാൻ ഇനി ഫിസിക്സ് പഠിച്ചിട്ടേ ബാക്കി എന്തോ പഠിക്കും. പിന്നെ ഇരുന്ന് ഫിസിക്സുമ്പോൾ കുത്തിയിരിക്കാൻ പോവാം. അവസാന സമയങ്ങളിൽ ഫിസിക്സ് കുത്തിയിരിക്കുമ്പോൾ കയ്യിലിരിക്കുന്ന ബയോളജിയും കെമിസ്ട്രിയൊക്കെ പോയി ഫിസിക്സുമ്പോൾ തന്നെ കുറേ സമയം കൊടുക്കുക. ഇതാണിട്ട് കയറുന്നുമില്ല. ലാസ്റ്റ് ടൈമിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഫിസിക്സ് ന്യൂമറിക്കൽ സ്കില്ല് ഉണ്ടാക്കണേ നേരത്തെ തുടങ്ങണം. അവസാനം എല്ലാം കൂടെ ഡിസംബറും ജനുവരിയും ഫെബ്രുവരിയൊക്കെ ഫിസിക്സുമിലിരുന്നു. പിന്നെ ആകെയുള്ള മാർച്ചും ഏപ്രിലും മാത്രം. പിന്നെ വെപ്രാളായി, പഠിച്ചൊന്നും ഓർമ്മയില്ലാണ്ടായി.
പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഏതെടുക്കണം എന്നറിയില്ല. എടുത്തു വെക്കുന്ന ബുക്ക് കാണുമ്പോൾ ഇതെന്നെ കൊണ്ടാവുന്നില്ല, അടുത്ത ബുക്ക് എടുത്ത് വെക്കുമ്പോൾ അയ്യോ ഇതും പറ്റുന്നില്ല, ഇനി എന്താ ചെയ്യണ്ടേ, ആകെ കൺഫ്യൂഷൻ. അവസാനം എല്ലാം കൂടെ എന്തൊക്കെയോ ഇരുന്ന് പഠിക്കും, ലാസ്റ്റ് എക്സാം എഴുതാൻ പോകും, വിചാരിച്ച മാർക്കും കിട്ടൂല. ഈ കഴിഞ്ഞ നീറ്റ് എഴുതിയ 2024 എഴുതിയേക്കുന്ന 70% കുട്ടികളും പറയുന്ന കഥ ഇതായിരിക്കും. ഇനി 2025 പോകുമ്പോൾ ഈ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. തെറ്റുകൾ തിരുത്താനുള്ളത്, വീണ്ടും തെറ്റുകളിലേക്ക് പോകാനുള്ളതല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ, ഫിസിക്സ് ബുദ്ധിമുട്ടാണെങ്കിൽ നേരത്തെ മുതലേ ഫിസിക്സിൽ തുടങ്ങും. എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫിസിക്സിന് ഒന്നുകൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം. ഓരോ ദിവസങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നല്ല കുട്ടികളായിട്ട് മുന്നോട്ടേക്ക് പോവുക. ഉറപ്പായിട്ടും ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ മക്കളെ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ ലൈഫിലെ ഏറ്റവും ഫസ്റ്റ് ഒരു അഡ്വൈസായിട്ട് നിങ്ങൾ എടുക്കുക. ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കി. അടുത്ത കൊല്ലം ഇവിടെ ഇതേ വീഡിയോയുടെ താഴെ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യണം, സാറേ നിങ്ങൾ പറഞ്ഞ സത്യ, ഇന്ന് എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റി. 2025 നീറ്റിൽ എൻ്റെ പേരും ഉണ്ടാവും. എൻ്റെ പേരിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങളുടെ പേര് എനിക്ക് താഴെ കാണണം, കമൻറ്റില്ല. കാണാം മക്കളെ. നിങ്ങൾ JPCയിലേക്ക് വരുന്നുണ്ടെന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോ. ഇവിടെ NCERT മാത്രമേ പഠിപ്പിക്കൂ, NCERT മാത്രം, പുറത്തു നിന്ന് വേണ്ടാത്തൊന്നും പഠിപ്പിക്കില്ല. നിങ്ങൾ വാ. ഓക്കെ, നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.